സ്ത്രീകളുടെയും സംശയമാണ് മേൽക്കാത് കുത്താൻ പറ്റുമോ, മൂക്ക് കുത്താൻ പറ്റുമോ എന്നൊക്കെ. മൂക്ക് കുത്തുന്ന വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫത്വൽ മുഈനിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അത് ഹറാമാണ് എന്ന്. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നാം അത് ചെയ്യാൻ ആഗ്രഹിക്കരുത്, ചെയ്യാൻ പാടില്ല. ചെയ്തു പോയവരുണ്ടെങ്കിൽ അതിനെ ആഭരണം ഊരി മാറ്റി അല്ലാഹുവിനോട് തൗബ ചെയ്യുക. അതുമാത്രമല്ല, കുളിക്കുന്ന സമയം ആ ദ്വാരത്തിൽ വെള്ളം എത്തിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഇനി കാത് കുത്തുന്ന സമയത്ത് കുത്തിയ തുളയാണെങ്കിലും അറിയാതെ മൂക്ക് കുത്തിപ്പോയതാണെങ്കിലും ശരി, ഫർളായ കുളി കുളിക്കുന്ന സമയത്ത് വെള്ളം അതിൽ ചേരുന്നുണ്ടോ എന്ന് നോക്കൽ നിർബന്ധമാണ്. മേൽക്കാത് കുത്തുന്നതിന്റെ വിധി എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, കാതുകുത്തൽ അനുവദനീയമാക്കിയ പണ്ഡിതന്മാരാരും തന്നെ മേൽക്കാത് കുത്തുന്നതിനെ വിരോധിച്ചതായി കണ്ടിട്ടില്ല. അത് അനുവദനീയമായ കാര്യമാണെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. നമുക്കറിയാം, നമ്മുടെ മുൻകഴിഞ്ഞ ആലിമീങ്ങളുടെ കാലത്ത്, അതായത് പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ അവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് കാതിൽ നിറയെ ആഭരണങ്ങൾ അണിഞ്ഞിരുന്നവരാണ്. അതിനെ ഒന്നും ഒരു പണ്ഡിതന്മാരും വിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് അനുവദനീയമായ കാര്യമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, ഫർളായ കുളി കുളിക്കുന്ന സമയത്ത് ഈ ദ്വാരങ്ങളിലെല്ലാം വെള്ളം എത്തിക്കണം എന്നുള്ളത് കൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് പ്രത്യേകം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.